ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും വലിയൊരു തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ലൈഫിൻ്റെ 100% റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ഏറ്റെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലൈഫ് മറ്റൊരാളെ മുകളിൽ ബ്ലെയിം ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ചു കഴിഞ്ഞതിൻ്റെയും പൂർണ്ണ ഉത്തരവാദി നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ആൻസർ കിട്ടും. പലരും ഇത് മനസ്സിലാക്കാതെയാണ് മറ്റൊരാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടി ഡൗൺ ആവുമെന്നല്ലാതെ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുമ്പോൾ അയാളത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തെന്ന് വരും. പക്ഷെ അതിനുള്ള റിയൽ റീസൺ അല്ലെങ്കിൽ റിയൽ ആൻസർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ നന്നാവാത്തത് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റാത്തത്, നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റാത്തത്, ഒരു ജോലി നേടാൻ പറ്റാത്തത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലെയിം ചെയ്യുന്നത് മറ്റൊരാളെ ആയിരിക്കും. അവരായിരുന്നു എന്നെ ഇങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ അവർ കാരണം എനിക്ക് ഇങ്ങനെ ആയി. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ 100 ആൾക്കാരെ ലിസ്റ്റ് നമ്മൾ വയ്ക്കും. ഈ ലിസ്റ്റിൽ ഒരു കാര്യം പോലും ഇത് ഞാൻ കാരണമാണ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് സെൽഫായിട്ടുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പലരും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഫസ്റ്റ് കാര്യം നമ്മൾ ലൈഫിൽ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ വേറൊരു ഡയമെൻഷനിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ആരും നമ്മളെ ഒന്നും ഒരു രീതിയിലും ബാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ വേറെ ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റേത് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആൾക്കാരെ നോക്കുന്നത് ഒരു 4 5 അല്ലെങ്കിൽ 10 പേരുടെ പേരോ ഫേസോ അല്ലെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ മൈൻഡിലേക്ക് ഓർക്കുന്നത്. അപ്പോൾ ഇവർ നോക്കിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും പറയും. ഇത് ഓവറോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇതിനൊരു അണ്ടർലൈൻ പറയേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈഫിനെ കുറച്ചുകൂടെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുക. നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ലേസി ആയിട്ട് ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ എന്താണ്, മറ്റൊരാളെ നമ്മുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊരാളെക്കാളും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ വി ആർ ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. ഈ ഒരു ഫീലിങ്ങോടുകൂടി നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ വിജയിക്കുന്നത്. പലരും ജസ്റ്റ് വാക്കാലെ ഒന്ന് പറഞ്ഞു പോകും എന്നല്ലാതെ വീണ്ടും അവരുടെ മൈൻഡിൽ, ഇത് പെട്ടെന്നൊരു ദിവസം നടക്കുന്നൊരു കാര്യമല്ല, ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസമോ ഒക്കെ എടുത്ത് ആയിരിക്കും നമുക്കിതിനെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കൊണ്ടുവരുമ്പം നമുക്ക് ലൈഫിൽ ആരോടും ദേഷ്യം ഉണ്ടാവില്ല. ലൈഫിൽ ഒരു ഞാൻ പറഞ്ഞില്ലേ, വേറിട്ടൊരു ഡയമെൻഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. കാരണം ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈഫിനെ ബെറ്ററായിട്ട് നോക്കി കാണാനും പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് പോകാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ അതിന് വേറിട്ടൊരു തലം തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്